ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ ദേവസ്വം വകുപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഡീറ്റെയിൽസിലോട്ട് കടക്കാം. നേരിട്ടുള്ള നിയമനമാണ്. പരസ്യ നമ്പർ കൊടുക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 5, MDBയിൽ 4 വേക്കൻസി, ഇടുത്തൂടി പ്ലെയറിൽ 1 വേക്കൻസിയാണ് ഉള്ളത്. സാലറി വന്നിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് 7,000 മുതൽ 12,000 വരെയാണ്. ഇടുത്തുടി പ്ലെയറിന് 26,000 മുതൽ 60,000 രൂപയാണ് പെർ മന്ത് ലഭിക്കുന്ന സാലറി. ഏജ് ലിമിറ്റ് വരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 2 20 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. 2003 ജനുവരി 1 1996 ജനുവരി 2 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി ഇടുത്തുടി പ്ലെയർക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. 1987 2003 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ക്വാളിഫിക്കേഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4 പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ആണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇടുത്തുടി പ്ലെയറിന് എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് മലയാളം വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. പിന്നെ ഗുരുവായൂർ ദേവസ്വം വാദ്യവിദ്യാലയ അല്ലെങ്കിൽ കേരള കലാമണ്ഡലം അല്ലെങ്കിൽ ക്ഷേത്ര കലാദീപം അണ്ടർ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ 5 ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇടുത്തുടിയിൽ. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4 500 രൂപയാണ്. 300 ഫോർ SC/ST കാൻഡിഡേറ്റ്സിനാണ് പറഞ്ഞിരിക്കുന്നത്. ഇടുത്തുടി പ്ലെയേഴ്സിന് വരുന്നത് 300 രൂപയാണ്. 200 ഫോർ SC/ST കാൻഡിഡേറ്റ്സിന്. സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, എഴുത്ത് പരീക്ഷ, പിന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ വഴിയായിരിക്കും. ദേവസ്വം വകുപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനു മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബർ 13 ആണെങ്കിലും ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് ജനുവരി 11 അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. കൂടാതെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് വീണ്ടും കാണാം.